എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഞ്ചമാതാക്കളെ കുറിച്ച് കേൾക്കാം. അതായത് ഈ ഭാരതം എന്നാൽ ഹിമാലയത്തിനും അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ കിടക്കുന്ന വെറും ഒരു ഭൂവിഭാഗം മാത്രമല്ല, പിന്നെയോ ഇതൊരു സംസ്കാരമാണ്, ഒരു സംസ്കൃതിയാണ് അല്ലേ. നമുക്ക് പണ്ട് കാലം മുതലേ ഋഷീശ്വരന്മാർ പകർന്നു തന്ന ഒരു സംസ്കൃതിയാണ് ഈ ഒരു സംസ്കാരം. ഈ ഭാരതം എന്നത് ഒരു ജീവിത രീതിയാണ്, ജീവിത വിധാനമാണ്. എങ്ങനെ നമ്മൾ ജീവിക്കണം, എങ്ങനെയാണ് ജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തവും സ്പഷ്ടവുമായി നമുക്ക് ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ചില ന്യൂജൻ കുട്ടികൾ ചിന്തിച്ചേക്കാം, ഈ പണ്ട് കാലത്ത് ഗുഹകളിലും മറ്റും തപസ് ചെയ്ത് നടന്നിരുന്ന ഋഷീശ്വരന്മാർ പറഞ്ഞ വാക്കുകൾക്ക് ഇന്നത്തെ ജീവിതത്തിൽ എന്താണ് പ്രസക്തിയെന്ന്. ഭഗവത്ഗീതയെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. ഭഗവത്ഗീതയ്ക്ക് എല്ലാ കാലഘട്ടത്തിലും പ്രസക്തിയുണ്ട്. അതിൽ ഭഗവാൻ പറയുന്ന ഓരോ വാക്കുകളും ഈ ഋഷീശ്വരന്മാർ പറയുന്നു, മഹത്തുക്കളായ ഋഷീശ്വരന്മാർ പറയുന്നു എന്ന് പറഞ്ഞാണ് ഭഗവാൻ അർജുനനോട് ഓരോ തത്വോപദേശങ്ങളും കൊടുക്കുമ്പോൾ പറയുന്നത്. വേണമെങ്കിൽ ഭഗവാന് പറയായിരുന്നു, ഞാൻ പറയുന്നു അർജുന, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമല്ലേ. ഭഗവാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ തന്നെയായിരിക്കുമല്ലോ. പക്ഷേ അദ്ദേഹം പലയിടത്തും ഋഷീശ്വരന്മാർ പറയുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ അദ്ദേഹം എത്രമാത്രം ഋഷീശ്വരന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഓരോ ജീവിത രീതികളും ഈ ഋഷീശ്വരന്മാർ പകർന്നു തന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ, ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ്, സാധാരണ വെറുതെ കാഷ്വലായി അങ്ങ് ജീവിക്കാനാണെങ്കിൽ ആർക്കും സാധിക്കും. അതിന് അറിവ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ നല്ല രീതിയിൽ, ശരിയായ പാതയിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് അറിവ് നേടേണ്ടതായിട്ടുണ്ട്. ഓരോ അറിവുകളും ചെറുതല്ല. അതിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ ഓരോരുത്തരിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. മാറ്റങ്ങളില്ലാതെ ഇരിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് മാറ്റത്തിന് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ സംസ്കൃതിയുടെ ഫോളോവേഴ്സാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ പകർന്നു തന്ന ജീവിത രീതിയിലൂടെ, അതായത് ധാർമ്മികമായൊരു ജീവിത രീതിയെ നമുക്ക് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്കതുമൂലം നല്ലൊരു ജീവിതം ജീവിക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് സംസ്കൃതി എന്ന് പറയുന്നത്. ഈ ഒരു ജീവിത രീതിയെയാണ് സംസ്കൃതി എന്ന് പറയുന്നത്. എല്ലാ ജീവികൾക്കും ഈ ഒരു സംസ്കൃതി ബാധകമാണ്. സംസ്കൃതി എന്നാൽ എന്താണ്? അതായത് ഓരോ ജീവിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു വസ്തു അതിനെ ഉപയോഗയോഗ്യമായ രീതിയിലേക്ക് പരിഷ്കരിച്ചെടുക്കുന്നതിനെയാണ് സംസ്കൃതി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നെല്ലിനെ എടുക്കാം. നെല്ല് ഉപയോഗയോഗ്യമാണോ? അതായത് നമുക്ക് നെല്ലായിട്ട് ഭക്ഷിക്കാൻ സാധിക്കുമോ? ഭക്ഷ്യയോഗ്യമല്ല നെല്ല് അല്ലേ. പക്ഷേ അതിനെ പ്രോസസ്സ് ചെയ്ത് അരിയാക്കി മാറ്റിയാലോ നമുക്കത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പ്രോസസ്സ് ചെയ്ത് എടുക്കുമ്പോൾ അതിന് ഉപയോഗയോഗ്യമായ രീതിയിലേക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ, അതിന് ഗുണം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സംസ്കൃതി എന്ന് പറയുന്നത്. ഓരോ ജീവജാലങ്ങൾക്കും സംസ്കൃതിയുണ്ട്. മനുഷ്യനും ഒരു സംസ്കൃതിയുണ്ട്. അതായത് മനുഷ്യൻ മരണം വരെയും മാറ്റത്തിന് അതീതനല്ല. ഓരോ നിമിഷവും അവൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിന്തയുടെ തലങ്ങളിൽ, പ്രവൃത്തി തലങ്ങളിൽ, വാക്കുകളുടെ തലങ്ങളിൽ, പല തലങ്ങളിലും അവന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അവനിലെ ഗുണം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഗുണം വർദ്ധിക്കുകയാണെങ്കിൽ അവനിലുള്ള ആ സംസ്കൃതിയാണ് അത് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സംസ്കൃതിയുണ്ട്. ഈ മാറ്റങ്ങളിലൂടെയെല്ലാം നമ്മുടെ ഗുണങ്ങളും വർദ്ധിക്കുന്നുണ്ട്. ഈ ഒരു ജീവിത രീതി പിന്തുടരുന്നവരാണ് ഹിന്ദുക്കൾ എന്ന് പറയും. ഹിന്ദു എന്നാൽ എന്താണ് അർത്ഥം? ഹി എന്നാൽ ഹിംസ, ദു എന്നാൽ ദൂരെ. ഹിംസയിൽ നിന്നും ദൂരേക്ക് മാറി നിൽക്കുന്നവൻ ആരാണോ അവനാണ് ഹിന്ദു. എന്ന് വെച്ചാൽ ഇതൊരു സംസ്കാരമാണ്, അല്ലാതെ ഇതൊരു മതമല്ല. അങ്ങനെ നോക്കുമ്പോൾ ആരൊക്കെയാണോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, സാധാരണഗതിയിൽ ഹിംസ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ഒരു ജീവിയെ കൊല്ലുക, അതിനെ ഉപദ്രവിക്കുക, ഇതാണ് അല്ലേ. പക്ഷേ നമ്മുടെ ഓരോ ചിന്തകൾ, അതായത് അധാർമികമായിട്ടുള്ള ചിന്തകൾ ഹിംസകളാണ്. മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയുക, അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക, ഇതെല്ലാം ഹിംസയാണ്. അപ്പോൾ ഈ ഹിംസയിൽ നിന്നും ആരൊക്കെയാണോ മാറി നിൽക്കുന്നത്, പരോപകാരപ്രദമായിട്ട് ജീവിക്കുന്നത് ആരൊക്കെയാണോ അവരെല്ലാം ഹിന്ദുക്കളാണ്. അതിന് ജാതിയില്ല, മതമില്ല, അതിനെല്ലാം അതീതമാണ് ഈ ഒരു സംസ്കാരം. അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഇനി ബുദ്ധിസ്റ്റ് ആണെങ്കിലും ജൈനന്മാരാണെങ്കിലും
ആ പാഴ്സികളാണെങ്കിലും ആരും ഈ ഹിന്ദുക്കളാണെന്ന് പറയാം. ഇതൊരു സംസ്കാരമാണ്, സനാതന സംസ്കാരമാണിത്. മറ്റുള്ളവർക്ക് പരോപകാരപ്രദം ഇതം ശരീരം എന്നാണല്ലോ. അതായത് നമ്മുടെ ശരീരം മറ്റുള്ള ഒരാൾക്ക് ഉപകാരപ്രദമായി തീരണം എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മുടെ ഭാരതീയ സംസ്കൃതി പകർന്നു കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് അനവധി കാര്യങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പഞ്ചമാതാക്കൾ. ആരാണ് പഞ്ചമാതാക്കൾ? 5 വിഭാഗത്തിനാണ് മാത എന്ന പദവി ലഭിച്ചിരിക്കുന്നത്. അതായത് ദേഹമാത, കുഞ്ഞിന് ജന്മം നൽകുന്ന ശരീരം; ഗോമാത, ഗോമാതാവ് പശു അറിയാലോ. അതുപോലെ ഭൂമാത, ഭൂമി ദേവി അമ്മയാണല്ലോ. പിന്നെ ദേശമാത, നമ്മുടെ ഭാരതം എന്ന ദേശമാത. അതുപോലെ വേദമാത, വേദങ്ങളെയും മാതാവായിട്ടാണ് കണക്കാക്കുന്നത്. ഈ മാതാവ് എന്നുള്ളൊരു ആ ഒരു ടൈറ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 2 ഗുണങ്ങൾ വേണമെന്നാണ് പറയപ്പെടുന്നത്. അതിലൊന്നാണ് എടുക്കുന്ന എന്തിനേയും ചൈതന്യവത്തായി തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരുവൻ്റെ കഴിവാണ് ആദ്യത്തെ ഗുണമെന്ന് പറയുന്നത്. അതായത് ദേഹമാത എന്ന് വെച്ചാൽ ഒരു മനുഷ്യ സ്ത്രീ ആണെങ്കിലും ഏതൊരു സ്ത്രീ ശരീരമാണെങ്കിലും അവർ കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. അതായത് തന്നിലേക്ക് എടുക്കുന്ന ബീജത്തെ ചൈതന്യവത്തായൊരു കുഞ്ഞായി പുറത്തേക്ക് നൽകുന്ന ഒരു പ്രക്രിയയാണ് ദേഹമാതാവിലൂടെ ലഭിക്കുന്നത്. അടുത്തതാണ് ഗോമാത. ഗോമാതാവിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം ചൈതന്യവത്താണ്. അതായത് അതിൽ നിന്ന് പാല് ലഭിക്കുന്നുണ്ട്. ഇനി ചാണകം നമുക്കറിയാം പഞ്ചഗവ്യത്തിലെല്ലാം ഉപയോഗിക്കുന്നതാണ്. എല്ലാറ്റിനെയും ശുദ്ധമാക്കാനായിട്ട് നമ്മൾ പണ്ട് കാലത്തെല്ലാം ചാണകവെള്ളം തെളിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ചാണകവെള്ളം തെളിക്കുന്നത്? അതായത് ചുറ്റുപാടിലുമുള്ള നമ്മുടെ വായുവിലുള്ള അണുക്കളെ, അതായത് രോഗാണുക്കളെ എല്ലാം നശിപ്പിക്കാനുള്ള കഴിവ് ചാണകത്തിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലക്ഷ്മി ദേവി വസിക്കുന്നത് ചാണകത്തിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ചാണകത്തിന് അനവധി ഗുണങ്ങളുണ്ട്. അപ്പോൾ ഗോമാതാവിൽ നിന്ന് ലഭിക്കുന്ന എല്ലാറ്റിനും ഒരുപാട് ചൈതന്യവത്തായിട്ടുള്ള ഗുണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അടുത്തതാണ് ഭൂമാത. നമുക്കറിയാം ഭൂമിയിലേക്ക് ഒരു വിത്തിട്ടാൽ എന്ത് സംഭവിക്കും? അത് വലിയൊരു വടവൃക്ഷമായിട്ട് വരും. അതിൽ നിന്ന് ഫലങ്ങൾ ലഭിക്കുന്നുണ്ട്, ഇലകൾ ലഭിക്കുന്നുണ്ട്, കായ്കൾ ലഭിക്കുന്നുണ്ട് അല്ലേ? അപ്പം അതെല്ലാം ചൈതന്യവത്തായ ഒരുപാട് ഫലങ്ങൾ പ്രദാനം ചെയ്യാനായിട്ട് ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇരട്ടി ഫലമാക്കി ഭൂമി തിരിച്ചു നൽകുകയാണ്. അടുത്തതാണ് ദേശമാത. നമ്മുടെ ഋഷീശ്വരന്മാർ ജീവിച്ചിരുന്ന ഒരു ദേശമാണ് നമ്മുടെ ഭാരതം അല്ലേ? അപ്പോൾ ഈ ഭാരതത്തിൽ ജീവിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള എല്ലാ അറിവുകളും സമ്പത്തും നമുക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ പകർന്നു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എത്രമാത്രം നമ്മൾ ഓരോരുത്തരെയും ഉദ്ധരിക്കാൻ പ്രാപ്തമാണ് എന്നുള്ളത് കാണിക്കുന്നതാണ്. അതായത് ഈ ദേശം തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ചൈതന്യവത്തായി ജീവിക്കാം എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. അടുത്തതാണ് വേദമാത എന്ന് പറയുന്നത്. വേദങ്ങൾ എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. വേദങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീരില്ല. അതായത് പണ്ട് കാലത്ത് വേദങ്ങളെല്ലാം നമുക്കിന്ന് ഗ്രന്ഥരൂപത്തിൽ അവൈലബിൾ അല്ല. കാരണം തക്ഷശില, നളന്ദ തുടങ്ങിയ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലായിരുന്നു ഈ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതം പണ്ട് കാലത്ത് ഇതിനനുസരിച്ച്, ഈ ഒരു ജീവിതക്രമത്തിനനുസരിച്ചായിരുന്നു നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുള്ള പുരോഗതി തീർച്ചയായിട്ടും ഭാരതീയർക്കുണ്ടായിരുന്നു. സമ്പന്നമായിരുന്നു ഭാരതം എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ വിദേശീയർ നമ്മളെ ആക്രമിച്ച് കീഴടക്കിയത്. അതായത് ഇവിടെ നമ്മൾ വീണ്ടും വീണ്ടും ചൈതന്യവത്തായി ഉയർന്നു വരിക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അറിവ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ അറിവിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? ഈ നളന്ദ, തക്ഷശില പോലെയുള്ള പൗരാണികമായിട്ടുള്ള സർവകലാശാലകളെ തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. അതുവഴി നമ്മുടെ ഏറ്റവും വിശിഷ്ടങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്തത്. ഏകദേശം 3 മാസത്തോളം ഇതിൻ്റെ അഗ്നി കെട്ടിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അത്രമാത്രം അറിവുകളായിരുന്നു അവിടെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാം നശിപ്പിച്ച് കളയുക വഴി നമ്മെ തച്ചുടയ്ക്കാനുള്ള ഒരു പാടവം അല്ലെങ്കിൽ ഒരു വൈദഗ്ധ്യമായിരുന്നു അവിടെ അവർ ചെയ്തിരുന്നത്. പക്ഷേ നമുക്കറിയാം നമ്മുടെ സംസ്കൃതി ഒരിക്കലും നശിക്കുന്നതല്ല. നമ്മുടെ സനാതന ധർമ്മത്തിനും ച്യുതി സംഭവിച്ചേക്കാം, പക്ഷെ അതൊരിക്കലും നശിച്ചു പോകുന്നില്ല. കാരണം നമുക്ക് ആരോടും പരിഭവമോ പരാതിയോ യാതൊന്നും തന്നെയില്ല. എല്ലാവരും നന്നായി കാണണമെന്നാണ് നമ്മുടെ സംസ്കൃതി നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേദങ്ങൾ അറിവിൻ്റെയും പ്രഭാവം അല്ലെങ്കിൽ സർവ്വവേദങ്ങളുടെയും അമൂല്യമായിട്ടുള്ള ശേഖരമാണ് വേദങ്ങൾ. ഈ വേദങ്ങൾ നമുക്ക് എന്ത് ചൈതന്യമാണ് തിരിച്ചു നൽകുന്നത്? ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരറിവ് അത് നമുക്ക് നൽകുന്നത് വേദങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ വേദങ്ങളും ആദ്യത്തെ ഗുണം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വേദമാത എന്ന വിശേഷണം തികച്ചും ഇതിന് അനുകൂലമാണ്.
ഒരു മാതാവിന് വേണ്ട രണ്ടാമത്തെ ഗുണമാണ് ശിക്ഷണവും പോഷണവും. അമ്മ എന്നാൽ ഒരേപോലെ സംരക്ഷിക്കുന്നവളുമായിരിക്കണം, ശിക്ഷിക്കേണ്ടവളുമായിരിക്കണം. തെറ്റ് കണ്ടാൽ ശിക്ഷിക്കണം. ഒരിക്കലും സ്നേഹത്തിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെ വഷളാക്കാൻ ശ്രമിക്കരുത്. അവന് ഒരുപോലെ ശിക്ഷണവും നൽകണം, പോഷണവും നൽകണം. എല്ലാ കുട്ടികളും ഒരുപോലെയായി എന്ന് വരില്ല. ചില കുട്ടികളെ നമുക്ക് ശാസിച്ച് നിർത്താം. ചില കുട്ടികളോട് സ്നേഹം പോലെ പറഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കും. ഇനി ചില കുട്ടികൾക്കോ ഒരടി കൊടുക്കേണ്ടതായിട്ട് വരും. 1-2 അടി കൊടുത്താലും കുഴപ്പമില്ല. അവൻ്റെ തെറ്റുകൾ അവൻ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ആ അടി അനിവാര്യമാണെങ്കിൽ തീർച്ചയായും അത് ചെയ്യുക തന്നെ വേണം. അതൊരമ്മയുടെ കടമയാണ്. ഔചിത്യമാണ് അമ്മയ്ക്ക് വേണ്ടത്. അതായത് എന്ത് ചെയ്യണം, തൻ്റെ മകൻ്റെ മാനസികാവസ്ഥ എന്താണ്, അവിടെ ഔചിത്യത്തോടെ പ്രവർത്തിക്കാനായിട്ടുള്ള ബാധ്യത അമ്മയ്ക്കാണ്. അമ്മ എന്നാൽ പരിപാലിക്കുന്നവൾ എന്നാണ് അർത്ഥം. അതായത് ഓരോ കുഞ്ഞിനും വേണ്ടത് എന്താണോ, അത് ഏത് പാകത്തിനാണോ വേണ്ടത് എന്ന് മനസ്സിലാക്കി അത് പകർന്നു കൊടുക്കാൻ കഴിവുള്ളവളായിരിക്കും ഒരമ്മ. തീർച്ചയായിട്ടും ഒരു 2 മക്കളുള്ളവരാണെങ്കിലും 3 മക്കളുള്ളവരാണെങ്കിലും ഓരോരുത്തരുടെയും മാനസികാവസ്ഥയും മാനസിക നിലയും വ്യത്യസ്തമായിരിക്കും. ഒരു കുട്ടിയെപ്പോലെ ആയിരിക്കില്ല മറ്റൊരു കുട്ടി. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ടത് ഓരോ പാകത്തിൽ, ഓരോ അളവിൽ, ഏതളവിൽ കൊടുക്കണം എന്നുള്ളത് അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെ അവരെ വളർത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാർ പറയുന്നുണ്ട്, അദ്ദേഹം ചെറുപ്പത്തിൽ ഒരിക്കൽ അദ്ദേഹം സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് അമ്മയുടെ കയ്യിൽ നിന്നും നല്ല അടി കിട്ടിയത്രേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഏട്ടൻ വലിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ചെയ്തത് എന്നാണ്. അപ്പോൾ അവനെയും കൊണ്ട് ഏട്ടൻ്റെ അടുത്ത് പോയി. ഏട്ടനും നല്ല അടി കൊടുത്തു അത്രേ. അപ്പോൾ അമ്മ അന്ന് എന്നെ അടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇന്നും ആ ഒരു ദുശീലം ഫോളോ ചെയ്യായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ കിട്ടിയ അടി, അതായത് കൃത്യസമയത്ത് കിട്ടിയ ശിക്ഷണം കൊണ്ടാണ് അദ്ദേഹത്തിന് അത് തിരുത്താനായത്. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. അതാണ് പറഞ്ഞത്, ഓരോരുത്തർക്കും വേണ്ടത് ഔചിത്യത്തോടെ കൊടുക്കാനായിട്ട് ഒരമ്മയ്ക്ക് സാധിക്കണം. അതുപോലെ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുക തന്നെ വേണം. സ്നേഹവാത്സല്യങ്ങൾ അമിതമായി കൊടുത്ത് ഒരിക്കലും ഒരു കുഞ്ഞിനെ വഷളാക്കാൻ ശ്രമിക്കരുത്. വേണ്ട സമയത്ത് സ്നേഹിക്കുകയും പരിപാലിക്കുകയും വേണം, അതേപോലെ ശിക്ഷിക്കുകയും വേണം. ഇനി എപ്പോഴും സ്നേഹം മാത്രം കൊടുത്ത്, ലാളന മാത്രം കൊടുത്ത് വളർത്തുന്നൊരു മകനാണെങ്കിലോ അവൻ ചിലപ്പോൾ വഷളനായി മാറിയേക്കാം. ഇനി എല്ലാ സമയത്തും കുറ്റപ്പെടുത്തുകയും അതുപോലെ ഉപദ്രവിക്കുക എന്നാൽ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് തന്നെ ഇഷ്ടമല്ല എന്ന് കുട്ടി ചിന്തിച്ചേക്കാം. അപ്പോൾ രണ്ടും 2 എക്സ്ട്രീമാണ്. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. ഒരു ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് അമ്മയ്ക്ക് സാധിക്കണം. രണ്ടിനെയും ഈക്വലായിട്ട് കൺസിഡർ ചെയ്ത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചും പരിപാലിച്ചും കൊണ്ടു നടക്കാനായിട്ട് ഒരമ്മയ്ക്ക് സാധിക്കണം. ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ചില അമ്മമാരുണ്ടായിരിക്കും. പക്ഷേ അതുവഴി എന്താണ് സംഭവിക്കുന്നത്? ആ കുട്ടിയിലെ നല്ല ഗുണത്തെയും ചീത്ത ഗുണത്തെയും ഒരേപോലെ അത് തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഗുണവുമില്ലാത്ത ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ കുഞ്ഞിലും അനവധി ഗുണങ്ങളുണ്ടായിരിക്കും, അനവധി ദോഷങ്ങളുണ്ടായിരിക്കും. ഇതെല്ലാം മിക്സഡ് ആയിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ ആ കുട്ടിയിലെ ഗുണത്തെയും നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അവൻ കരുതുക. അതുകൊണ്ട് ഒരിക്കലും അവനെ വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കരുത്. ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ശിക്ഷ കൊടുക്കണം. അതേപോലെ അവനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. അതേപോലെ അവന് തിരിച്ചറിവ് കൊടുക്കാനും ഒരമ്മയ്ക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ശിക്ഷയ്ക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. പണ്ട് കാലങ്ങളിൽ ആചാര്യന്മാരെങ്ങനെയായിരുന്നു? ശാസിച്ചും ശിക്ഷിച്ചുമായിരുന്നു പഠിപ്പിച്ചിരുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്ത് പ്രശ്നത്തെയും ധീരമായിട്ട് നേരിടാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറ എങ്ങനെയാണ് വളർന്നു വരുന്നത്? 1-2 കുട്ടികളാണ് മാക്സിമം ഒരു വീട്ടിലുണ്ടായിരിക്കാം. ആ കുട്ടികളെ സ്നേഹിച്ചും ലാളിച്ചും മാത്രമാണ് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ വളർത്തുന്നത്. അവർ ചെയ്യുന്ന തെറ്റുകളെ പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുക വഴി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവിടെ ആ കുഞ്ഞുങ്ങളെ കൂടുതൽ തെറ്റുകൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ അറിയാതെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു ദുർവിധി നോക്കൂ. അവർക്ക് ശാസിക്കാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല, ദേഷ്യത്തോടെ ഒന്നും നോക്കാൻ പോലും പാടില്ല. അതെല്ലാം വലിയ തെറ്റുകളായിട്ടാണ് മാതാപിതാക്കൾ കാണുന്നത്. ആ കുട്ടിയെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അമ്മമാരുണ്ട്. ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, അത്തരത്തിലുള്ള മോശം ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരെയും അത്തരത്തിൽ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇന്നത്തെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മയും അത് തന്നെയാണ്.
ഇതിൻ്റെ എല്ലാം റിസൾട്ട് എപ്പോഴാണ് കാണാൻ സാധിക്കുക? കുറച്ച് വർഷങ്ങൾ കഴിയട്ടെ. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇൻസൾട്ട് ചെയ്യപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വരുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിക്കാതെ വരുന്ന ചില ഘട്ടങ്ങളുണ്ടായിരിക്കും ജീവിതത്തിൽ. അവിടെയെല്ലാം ഇവൻ അടിപതറി പോവുകയാണ് ചെയ്യുക. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണം, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം, ഇതൊന്നും അവൻ അന്നേരം അറിയാൻ സാധിക്കില്ല. കാരണം അവൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അവൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും സ്നേഹവും ലാളനയും എല്ലാം നൽകി അവനെ വളർത്താണ്. ഇനി സ്കൂളിലാണെങ്കിലോ അവൻ എന്തും ചെയ്യാനുള്ള ഫ്രീഡാണ് ഇപ്പോൾ. കാരണം ടീച്ചേഴ്സിന് കുറ്റം പറയാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല, അടിക്കാൻ പാടില്ല, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും അവൻ തെറ്റും ശരിയും തിരിച്ചറിയാനായിട്ട് അവന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആപത്തുകളിലേക്കായിരിക്കും അവൻ ചെന്ന് ചാടാനായിട്ടുള്ള പോസിബിലിറ്റീസ് കൂടുതൽ. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, കുഞ്ഞുങ്ങൾ യാഥാർത്ഥ്യബോധമില്ലാത്തവരായിട്ട് വളരാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ടെന്ന് വേണം കരുതാനായിട്ട്. ഇവിടെയൊക്കെയാണ് അമ്മയുടെ പ്രസക്തി. അമ്മയ്ക്ക് തിരിച്ചറിവ് നൽകാനായിട്ട് സഹായിക്കാൻ സാധിക്കും. അതായത് ഇന്നത്തെ വിദ്യാഭ്യാസം എന്നാൽ ഒരു ജോലി നേടാനായിട്ടുള്ള മാധ്യമം മാത്രമാണ്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത്, ഓരോ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് സാധിച്ചാൽ, ചെറുപ്പത്തിലേ അതിന് നമ്മളെ അമ്മമാർ പ്രാപ്തരാക്കണം. അങ്ങനെയുള്ള ഒരു കുട്ടി ഏത് സാഹചര്യത്തിൽപ്പെട്ടാലും അവൻ തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും. ഇനി അടുത്തതാണ് ഗോമാതാവ്. ഗോമാതാവും നമ്മളെ ശിക്ഷിക്കുന്നുമുണ്ട്, പോഷിപ്പിക്കുന്നുമുണ്ട്. ഗോമാതാവിനോട് നമ്മൾ ചെയ്യുന്ന ചൂഷണങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഗോമാതാവിൻ്റെ പാല് നമുക്ക് എടുക്കാം, പക്ഷേ അതിനെ അറക്കാനായിട്ടുള്ള അധികാരം നമുക്കുണ്ടോ? ഒരു ജീവിയെയും അഹിംസാപരമായിട്ട് സമീപിക്കാനായിട്ടുള്ള ഒരർഹതയും മനുഷ്യൻ എന്ന ജീവിക്കില്ല. നമുക്കുള്ള അതേ ജീവിക്കാനുള്ള അവകാശം ഓരോ ജീവികൾക്കും ഉണ്ട്. ഈ ജീവികളോടെല്ലാം അധാർമികമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവരല്ല നമുക്ക് തിരിച്ച് അതിനുള്ള മറുപടി നൽകുന്നത് പ്രകൃതിയായിരിക്കും. നമ്മൾ ഓരോരുത്തരും കരുതി തന്നെ ഇരിക്കണം. ഇനി അടുത്തതാണ് ഭൂമാതാവ്. ഭൂമാതാവ് നമ്മളെ പരിപാലിക്കുന്നുണ്ട്. ഭൂമി എന്നാൽ ക്ഷമയാണെന്നാണ് പറയുക. നമ്മെ ഓരോരുത്തരെയും താങ്ങി നിർത്തുന്നത് ഭൂമി ദേവിയാണ്. ഭൂമി എന്നാൽ അമ്മയാണ്, അല്ലേ? അപ്പോൾ ഈ ഭൂമി ദേവി പരിപാലിക്കുന്നത് പോലെ തന്നെ നമ്മളെ ശിക്ഷിക്കുന്നുമുണ്ട്. ഈ ലോക്ക്ഡൗൺ സമയങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. അതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞതാണ് അമ്മ എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നുള്ളത്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ സൃഷ്ടികൾക്കും അമ്മ ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം അമ്മയെ ചൂഷണം ചെയ്യുന്നുണ്ട്, ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം എടുത്തുപയോഗിച്ചും നശിപ്പിച്ചും നമ്മൾ ഒരുപാട് ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്ന ഈ പ്രകൃതി ശക്തികളെല്ലാം ഒരിക്കൽ തിരിച്ചടിക്കുമെന്ന് നമ്മൾ തീർച്ചയായിട്ടും കരുതിയിരിക്കണം. അപ്പോൾ അമ്മയ്ക്ക് സംരക്ഷിക്കാൻ മാത്രമല്ല ശിക്ഷിക്കാനും അറിയാം. അത് വെള്ളപ്പൊക്കം വഴി, അതുപോലെ കോവിഡ് വഴിയൊക്കെ നമ്മൾ അനവധി അനുഭവിച്ചതാണ്. ഈ പ്രകൃതിയിലുള്ളതെല്ലാം എല്ലാവർക്കും സമമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. ഒരാൾക്കും കൂടുതലോ കുറവോ എന്ന വേർതിരിവില്ല. ഇവിടെ നമ്മൾ അനാവശ്യമായിട്ട് ദുരുപയോഗം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിനൊരു ഈക്വിലിബ്രിയം ഉണ്ട്. അത് നിലനിർത്താനായിട്ട് പ്രകൃതി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, 10 അഗ്നിഹോത്രത്തിന് തുല്യമാണത്രേ ഒരു കിണർ കുഴിക്കുക എന്നത്. ഒരു കിണർ കുഴിക്കുക എന്നാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ മുറ്റത്ത് കിണർ കുഴിക്കുന്നതല്ല. അതായത് പൊതുജനത്തിനായിട്ടൊരു കിണർ കുഴിച്ചു കൊടുക്കുന്നത് 10 അഗ്നിഹോത്രങ്ങൾക്ക് തുല്യമാണ് എന്നാണ് പറയുന്നത്. ഇനി 10 കിണർ കുഴിക്കുന്നതിനേക്കാൾ ഒരു കുളം നിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് കൊടുക്കുക, അതെത്ര വലിയ നന്മയുടെ ഒരു മനോഭാവമായിരിക്കും. അതും വളരെ വലിയൊരു നന്മ തന്നെയാണ്. ഇനി 10 കുളം കുഴിക്കുന്നതിന് തുല്യമാണ് ഒരു വൃക്ഷം നടുന്നത്. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് നോക്കൂ. അപ്പോൾ ഇതെല്ലാം പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ജലം ഉയർത്തി കുടിക്കുന്നത്? അതായത് ജലം ലഭിക്കുന്നത് നമുക്ക് എവിടെ നിന്നാണ്? ആകാശത്ത് നിന്ന് മഴയായി ലഭിക്കുന്നു, അല്ലേ? അപ്പോൾ ആ ആകാശത്തിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് അത്രേ ജലം ഉയർത്തി കുടിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നാൽ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഭൂമിയിൽ നിന്നാണ്. ആ ഭൂമിയോടുള്ള ആദര സൂചകമായിട്ടാണ് നിലത്തിരുന്ന് കുനിഞ്ഞിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇവിടെയും
നമുക്ക് ശിക്ഷണവും പോഷണവും ഒരുപോലെ പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകുന്നുണ്ട്. നമ്മളെ ഒരേപോലെ ഭൂമിദേവി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നതാണ് അതായത് ദേശമാത. അപ്പോൾ നമ്മുടെ പ്രകൃതിയോടുള്ള മനോഭാവം എന്താണോ അത് തന്നെയായിരിക്കും നമുക്ക് തിരിച്ച് ലഭിക്കുന്നത്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ്, നമുക്ക് തന്നെ തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതാണ് ദേശമാത. ഭാരതത്തിൽ അനവധി പുണ്യസ്ഥലങ്ങളുണ്ട്, വളരെ പവിത്രമായിട്ടുള്ള പുണ്യസ്ഥലങ്ങളുണ്ട്. എങ്ങനെയാണ് അവർ ഈ സ്ഥലങ്ങളെല്ലാം പുണ്യക്ഷേത്രങ്ങളായിട്ട് മാറിയത്? അതായത് നമ്മുടെ പണ്ട് കാലത്ത് ഋഷീശ്വരന്മാർ തപസ് ചെയ്ത ഇടങ്ങളായിരുന്നു അവയെല്ലാം. ഇവിടെയെല്ലാം അവരുടെ ആ ഒരു ഊർജം, അവർ തപസ് ചെയ്തതിൻ്റെ ആ ഒരു ഊർജം അല്ലെങ്കിൽ ചൈതന്യം നിലനിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ചൈതന്യത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ അതിനെ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് പ്രകൃതി ശക്തികൾ നമ്മെ തിരിച്ചടിക്കുന്നത്. ഉദാഹരണത്തിന് ശബരിമലയെ തന്നെ നോക്കിയാൽ നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും വിവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല അല്ലേ? അപ്പോൾ അവിടെയെല്ലാം ഇത്തരം ചൈതന്യവത്തായ സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ പാപകർമ്മങ്ങൾക്കും തീർച്ചയായും പ്രകൃതി ശക്തികൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇനി അടുത്തതാണ് വേദമാത. ഇവിടെയും നമുക്ക് കാണാം, ഈ ദേശമാത എന്ന് പറയുമ്പോൾ ഇവിടെയും കാണാം നമുക്ക് ഈ ദേശം അല്ലെങ്കിൽ ഈ പുണ്യസ്ഥലങ്ങൾ, ഈ ഊർജങ്ങൾ നമ്മെ സംരക്ഷിക്കുന്നുമുണ്ട്. അതോടൊപ്പം ഇതിനെ വേണ്ടും വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവിടെയെല്ലാം നമ്മൾ ശിക്ഷിക്കപ്പെടുന്നുമുണ്ട്. ഇനി അടുത്തതാണ് വേദമാതാവ്. എന്നാൽ പൂർണ്ണവേദം നമുക്ക് ലഭ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉള്ളതിനെ സാത്വികമായി ധാർമ്മികമായിട്ട് ആചരിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അധാർമികമായിട്ട് ഉപയോഗിച്ചാലോ തീർച്ചയായിട്ടും അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മൾ പറയുന്നത്, അതായത് വേദങ്ങൾ എന്നാൽ എന്താണ്? അറിവ് എന്നാണ് വേദങ്ങൾ എന്നതിൻ്റെ അർത്ഥം. ഈ വേദങ്ങൾ അല്ലെങ്കിൽ ഈ അറിവുകൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? മറ്റുള്ളവരുടെ നന്മയ്ക്കും സ്വധർമ്മത്തിനും അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ അഗ്നിഹോത്രികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, അഗ്നിഹോത്രികൾ എന്ന് പറയുന്നത് ആരാണ്? അവരുടെ അഗ്നിയെ ഉപാസിക്കുന്നവരെയാണ് അഗ്നിഹോത്രികൾ എന്ന് പറയുന്നത്. അതായത് നാവിൻ്റെ അതിദേവതയാണ് അഗ്നി. അപ്പോൾ അവർ പറയുന്ന വാക്കുകൾ ഓരോന്നും സ്പഷ്ടവും ശുദ്ധവുമായിരിക്കും. അപ്പോൾ അവർ മന്ത്രങ്ങൾ ഉച്ചരിച്ച് അവർക്ക് സ്വയം ഒരു ശുദ്ധി വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മന്ത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? വാക്കുകളുടെ പ്രത്യേകതകൾ ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. വാക്കുകൾ അതിതീവ്രമായിട്ട് ശക്തിയുള്ളവയാണ്. അപ്പോൾ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോഴോ അതിന് പ്രത്യേകിച്ച് ഒരു വൃത്തത്തിലൊക്കെയാണ് അത് ഉച്ചരിക്കുന്നത് അല്ലേ? അതിനൊരു ഛന്ദസ്സുണ്ട്, ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് അത് ഉച്ചരിക്കേണ്ടത്. അത് അറിയാത്തവർ അശുദ്ധമായിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ല ഉച്ചരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു പരിണിത ഫലമുണ്ടായിരിക്കും. അതായത് കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ, ശരിയായി ഉച്ചരിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ല ഫലം നേടിത്തരാൻ സാധിക്കും. ചീത്തയായിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് ശരിയായ രീതിയിലല്ല ഉച്ചരിക്കുന്നതെങ്കിൽ വിപരീത ഫലമായിരിക്കും പലപ്പോഴും ലഭിക്കുക. അതുകൊണ്ടല്ലേ മന്ത്രോച്ചാരണമെല്ലാം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് സ്വീകരിക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ വേദമാതാവും എന്ത് ചെയ്യുന്നുണ്ട്? ശിക്ഷിക്കുന്നുമുണ്ട്, സംരക്ഷിക്കുന്നുമുണ്ട്. ഈ 5 വിഭാഗത്തിനും മാതാ എന്ന പദവി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ അർത്ഥതലത്തിൽ നിൽക്കുന്ന കർമ്മനിരതരാണിവർ. അതുകൊണ്ട് തന്നെ അമ്മയെ സംരക്ഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതും നാം ഓരോരുത്തരുടെയും കടമയാണ്, കർത്തവ്യമാണ്. ശരിയായ വിധത്തിൽ ഇവരെ പരിരക്ഷിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഭാരതത്തെ ഒരു രാമരാജ്യമാക്കി മാറ്റാൻ സാധിക്കും. അതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. ഞാനിവിടെ പറഞ്ഞ ഓരോ വാക്കുകളും ഭഗവാനിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.